ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന് വിജിലൻസ്. തങ്ങൾക്ക് നേരിട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷണം വേണ്ടെന്നാണ് വിജിലൻസ് നിലപാട്. പ്രത്യേക സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങൾ നൽകാൻ ഹരി മോഹൻ ചേരുകയാണ്. ഹരി, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്? നേരത്തെ DGP നേരിട്ടായിരുന്നു ഈ വിജിലൻസിന് കൈമാറാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ള പശ്ചാത്തലത്തിൽ. രേഷ്മ, ഇത് രണ്ടും രണ്ട് രീതിയിലാണ് പരാതികൾ അല്ലെങ്കിൽ ഇത് കേസുമായി വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഒന്ന്, ഈ PV അൻവർ MLA നൽകിയിട്ടുള്ള പരാതികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ, ആ ശുപാർശ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, മുഖ്യമന്ത്രിയുടെ കൈകളിലാണ്. അതിൽ നേരിട്ട് തീരുമാനം എടുക്കേണ്ടതും മുഖ്യമന്ത്രിയാണ്. പക്ഷേ ആ ശുപാർശ ഇതേവരെ വിജിലൻസ് മേധാവിക്ക് ലഭിച്ചിട്ടില്ല. അതിലിപ്പോഴും നടപടിയെടുക്കാതെ തുടരുകയാണ്. പക്ഷേ ഇത് കൂടാതെ, ഇത് ശുപാർശ കൂടാതെ നേരിട്ട് പരാതി വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നടക്കം ചില പരാതികൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരാതികളിൽ വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് വിജിലൻസ് മേധാവി നേരിട്ടെടുത്ത തീരുമാനമാണ്. അതായത് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജിലൻസിൽ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല, അതൊരു സമാന്തര അന്വേഷണമാകും, അതുകൊണ്ട് അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വിജിലൻസ് മേധാവി എത്തിയിരിക്കുകയാണ്. അത് എന്ത് വിശദീകരണം നൽകിയാലും വിജിലൻസ് അന്വേഷണം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ചുരുക്കം. അതായത് ശുപാർശ, സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കുന്നില്ല, കിട്ടിയ പരാതികളിലാവട്ടെ വിജിലൻസ് മേധാവിയും നടപടിയെടുക്കുന്നില്ല. ചുരുക്കത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരാരോപണത്തിലും അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ് ഈ കാര്യങ്ങളൊക്കെ, അവർ അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിൽ തന്നെ വിജിലൻസ് മേധാവി നിൽക്കുന്നു. പക്ഷേ അതിൽ സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം നൽകിയൊരു വിശദീകരണം, ആ ശുപാർശയോടൊപ്പം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് തന്റെ പരിധിയിൽ അല്ലെങ്കിൽ തന്റെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ ഈ പറയുന്ന അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരില്ല, അത് അന്വേഷിക്കേണ്ടത് വിജിലൻസ് ആണ്, കാരണം അത് സാമ്പത്തിക കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് DGPയും കൈയൊഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് DGP കൈയൊഴിഞ്ഞൊരു ശുപാർശയായി സർക്കാരിന് നൽകുന്നു, മറുവശത്ത് വിജിലൻസ് മേധാവി അത് DGPയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലയിലിടുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഘവും ഒരു തരത്തിലും അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഒപ്പം മറ്റ് ചില ആരോപണങ്ങളിലും ഒക്കെ തന്നെയാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നത്. അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദനം, സഹോദരന്റെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടൽ, ഭാര്യയുടെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടൽ, ആഡംബര ഭവനം പണിയൽ തുടങ്ങിയ കാര്യങ്ങളിൽ കൈക്കൂലി അടക്കം 1.5 കോടി രൂപയുടെ കൈക്കൂലി അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരിക. അതിൽ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ ഒരു സർക്കാർ അന്വേഷണ ഏജൻസിയും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള നടപടി വേണം എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നത് വരട്ടെ എന്നുള്ള നിലപാടിലാണ് വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. രേഷ്മ.